നമസ്കാരം സർ. എമ്പുരാന് തൊട്ടു മുൻപ് വളരെയേറെ വിവാദങ്ങളും വിമർശനങ്ങളും നേരിട്ട ഒരു സിനിമയായിരുന്നു ഉണ്ണി മുകുന്ദന്റെ മാർക്കോ. ആ സിനിമ ഇതാ 2 ദിവസങ്ങൾക്ക് മുൻപ് 100 ഡേയ്സ് 100 ദിവസം തികച്ചിരിക്കുന്നു. അന്ന് ഉണ്ണി മുകുന്ദൻ നേരിട്ട വിമർശനങ്ങൾ ഇന്ന് പൃഥ്വിരാജിനും മോഹൻലാലിനും പല ഭാഗങ്ങളിൽ നിന്നും ഇല്ല എന്നതാണ് വസ്തുത. അങ്ങനെ ഒരു വിശകലനം താങ്കൾക്ക് ഒന്ന് വിശദീകരിച്ച് പറയാം? അല്ല, അതിനകത്ത് ഈ പറഞ്ഞ ആൾക്കാർ ചർച്ച ചെയ്യത്തക്കോണമുള്ള കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതിനകത്ത് ചർച്ച എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധത എന്ന വിഷയം വെച്ചിട്ടാണ് ഈ പറയുന്ന RSSും BJP ഒക്കെ അതിന്റെ പുറകിൽ നിൽക്കുന്നത്. ആ രാജ്യവിരുദ്ധത എങ്ങനെ ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികളും അല്ലെങ്കിൽ ഈ കോൺഗ്രസും ഒക്കെ ഇവിടെ നിൽക്കുന്നത്. കോൺഗ്രസിനെ വളരെ കൃത്യമായിട്ട് വെള്ള പൂശിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. അത് വളരെ ദീർഘമായിട്ട് പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വയലൻസ് ഉണ്ട്. ആ വയലൻസും ഈ സിനിമയ്ക്കകത്ത് വയലൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ആരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക? അല്ല, കടലും കടലാടിയും പോലെന്ന് പറയുന്ന ഉണക്ക. കാരണം രണ്ടിന്റെയും കായ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണെന്ന് പറയുന്നത് പോലെ അല്ലല്ലോ. മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വയലൻസ് ഉണ്ടെങ്കിൽ ആ വയലൻസ് ആൾക്കാർ കാണാൻ പറ്റാത്തതാണെങ്കിൽ അത് ചർച്ച ചെയ്യട്ടെ, ആ വയലൻസിനെ പറ്റി ചർച്ച ചെയ്യട്ടെ. പക്ഷെ ഇതിനകത്തുള്ള വയലൻസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീയുടെ ഭ്രൂണം കുത്തിയെടുത്ത് കാണിക്കുമ്പോൾ, ഈ സ്ത്രീയുടെ ഭ്രൂണം കുത്തിയെടുത്തത് കാണിക്കുന്ന ഈ പറയുന്ന എമ്പുരാനകത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് പൃഥ്വിരാജ്. ഈ പൃഥ്വിരാജ് മനസ്സിലാക്കണം, 1921 മലബാർ കലാപം നടന്നപ്പോൾ ഗർഭിണികളായ സ്ത്രീകളുടെ വയറ്റിൽ ശൂലം കുത്തിയിറക്കി, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള ആയുധം കുത്തിയിറക്കി അവരെ വധിച്ചത് ഇവിടുത്തെ ചരിത്രകാരന്മാർ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഗുജറാത്തിൽ നടന്നിട്ടില്ല, കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ, പിന്നെ നടന്നിട്ടുള്ള ഇന്ത്യക്ക് വെളിയിലാണ്. അപ്പൊ ഈ മാർക്കോ, ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആള് രാജ്യവിരുദ്ധ സിനിമ എടുത്തിട്ടില്ല, രാജ്യവിരുദ്ധ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഗുജറാത്തിലാണ്, കേരളീയനാണെങ്കിൽ ഗുജറാത്തിൽ ജനിച്ചു, അവിടുന്ന് ഇവിടെ വന്നു സിനിമയിൽ അഭിനയിക്കുന്നു. ഇദ്ദേഹം ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി. ഈ പറയുന്ന പൃഥ്വിരാജ് ഒരു കാലഘട്ടത്തിൽ ഒരു 20 കൊല്ലം മുമ്പ് ഈ പറയുന്ന സിനിമയിൽ വരുന്നതിന് പല തടസ്സങ്ങളും ഉണ്ടാവുകയും അത് ഈ പറയുന്നത് പോലെ മട്ടാഞ്ചേരി മാഫിയ ആവുകയും അങ്ങനെ അമ്മയെയും മോനും കൂടെ കരഞ്ഞു വിളിച്ച് തിരുവനന്തപുരത്തുള്ള ഒരു പ്രധാനപ്പെട്ട BJPയുടെ RSSന്റെ നേതാവിന്റെ മുന്നിൽ ചെല്ലുകയും അവിടെ നിന്ന് നോക്കിക്കോളാം, കുഴപ്പമില്ല, പൊക്കോ, ഇനിയും പ്രശ്നമുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഒരു കരുതൽ ഇവിടുത്തെ ഇപ്പൊ കുറ്റം പറയുന്ന RSSന്റെയും BJPയുടെയും ഉണ്ടാകും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയതിനു ശേഷം വളരെ വലിയ വലിപ്പത്തിൽ സിനിമ കിട്ടുകയും ആ സിനിമയിൽ കൂടി പണം ഉണ്ടാവുകയും ആൾക്കാരുടെ ഇടയില് ഒരു വലിയ നടനാവുകയും സെലിബ്രിറ്റി ആവുകയും ഒക്കെ ചെയ്തപ്പോൾ അന്ന് നിങ്ങളെ ഉപദ്രവിക്കാൻ വന്ന ഈ പറയുന്നത് പോലെയുള്ള ഈ ഇസ്ലാമിസ്റ്റുകളും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒക്കെ ഭാഗമായിട്ട് നിന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഇവിടുത്തെ രാജ്യവിരുദ്ധ സിനിമകൾ എടുക്കുന്നതിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളായിട്ട് പൃഥ്വിരാജ് മാറുമ്പോൾ ഈ പറയുന്ന വയലൻസിന്റെ പേരിൽ ഈ പറയുന്ന സിനിമയും ഉണ്ണി മുകുന്ദന്റെ സിനിമയും ഒക്കെ തുലനം ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളെ ഇതിനകത്ത് വരണ്ടെന്ന് ഒരു കാലത്ത് മട്ടാഞ്ചേരി മാഫിയ തീരുമാനിക്കുമ്പോൾ ആ മാഫിയ തീരുമാനിച്ചത് ഇവിടെ നടക്കത്തില്ല, അത് നടത്തത്തില്ല, അല്ലെങ്കിൽ നിങ്ങളെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഈ പറയുന്നത് പോലെ നിങ്ങൾ അന്ന് കണ്ട RSS, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ അമ്മ പറയുന്ന RSS, അല്ലെങ്കിൽ ഓർഗനൈസർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടന നിങ്ങളെ വരട്ടണ്ട എന്ന് പറയുന്ന ആ സംഘടന നിങ്ങളെ സഹിച്ചു. ഈ ഉണ്ണിമുകുന്ദന്റെ അവസ്ഥ ഇതാ. ഉണ്ണിമുകുന്ദനെ സിനിമയിൽ അഭിനയിക്കാൻ അറിയാം, സൗന്ദര്യമുണ്ട്, ശരീരമുണ്ട്, എന്നിട്ട് സിനിമ കിട്ടാത്ത അവസ്ഥ. സിനിമയിൽ അഭിനയിച്ചാൽ ആ സിനിമയൊക്കെയുടെ പുറകിലെല്ലാം ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് നിന്ന് ആ സിനിമയെ പരാജയപ്പെടുത്താൻ നിൽക്കുന്ന ഒരവസ്ഥ. പക്ഷെ ഉണ്ണിമുകുന്ദന്റെ തന്തയല്ല ഈ പറയുന്ന രായപ്പന്റെ തന്തയെന്ന് പലവട്ടം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ അദ്ദേഹം അന്നും ഇന്നും പറയുന്നുണ്ട്, ഞാൻ കൃത്യമായ രാഷ്ട്രീയമുള്ളവനാണ്, എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവന്റെ കൂടെയുള്ള രാഷ്ട്രീയമാണ്,
ഞാൻ പറയുന്ന സിനിമകൾ എന്റെ ദേശീയയുടെ സിനിമകളാണ്. എന്റെ രാജ്യത്തിന് വിരുദ്ധമായിട്ടും എന്റെ ദേശീയതയ്ക്ക് വിരുദ്ധമായിട്ടും പറയുന്ന സിനിമകൾക്കകത്ത് അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഉണ്ണിമുകുന്ദനെയും ആ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെ നിന്ന് രാജ്യത്തിനെതിരെ പറയുന്ന ഒരു പൃഥ്വിരാജിനെയും, എന്നാൽ അത് ഞാന് എന്റെ രാഷ്ട്രീയമാണ് പറയുന്നതെന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ലാത്ത ഒരു പൃഥ്വിരാജിനെയും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഉണ്ണി മുകുന്ദനെയും ഈ പറയുന്ന പൃഥ്വിരാജിനെയും വയലൻസ് പടത്തിനകത്ത് വയലൻസ് രണ്ടിനകത്തും ഉണ്ട് എന്ന് പറഞ്ഞ് തുലനം ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, വയലൻസ് അല്ല പ്രശ്നം, ഇതിനകത്ത് പറയുന്ന കഥാതന്തുവാണ് പ്രശ്നം. ആ കഥ രാജ്യവിരുദ്ധതയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം ഇവിടുത്തെ അൽ-ഖ്വയ്ദയ്ക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആശയത്തെയാണ് ഞാൻ അനുകൂലിക്കുന്നത്. ഭീകര സംഘടനകൾ ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കുന്നതാണ്. അതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാരാണ്, അല്ലെങ്കിൽ അവർ നടത്തുന്ന കലാപങ്ങളാണെന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയാനുള്ള തന്റെ ഇടം പൃഥ്വിരാജിന് വേണം. ഉണ്ണിമുകുന്ദന് ഉള്ള തന്റെ ഇടം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, എന്റെ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള സിനിമകളിൽ ഞാൻ അഭിനയിക്കത്തില്ല, എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിന്റെ കൂടെ നിൽക്കുന്ന ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് എന്നാണ് രണ്ടുപേരും തമ്മിൽ പറയുന്നത്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രണ്ടും രണ്ട് വ്യത്യസ്ത രൂപങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷെ ഒന്ന് നമ്മൾക്ക് മനസ്സിലാവും, ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഇവർ രണ്ടുപേരും ശ്രമിച്ചത് ഒരേ പ്രസ്ഥാനത്തെയാണെന്നാണ് കഴിഞ്ഞ ദിവസത്തെ RSSകാരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഈ തടഞ്ഞപ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ അഭിനയിപ്പിക്കാൻ നിർത്തിയപ്പോൾ അഭിനയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടി അന്ന് പൃഥ്വിരാജിന്റെ അമ്മയും പൃഥ്വിരാജും കൂടി ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരു RSSകാരന്റെ ഒരു BJPക്കാരന്റെ വീട്ടിൽ ചെന്ന് അഭയം പ്രാപിക്കുകയും അല്ലെങ്കിൽ സങ്കടങ്ങൾ പറയുകയും ആ സങ്കടങ്ങൾ കേട്ടിട്ട് ആ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുന്നതിന് നിന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെയല്ലാത്ത പൃഥ്വിരാജും ഇതേപോലെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ നിന്ന് മട്ടാഞ്ചേരി മാഫിയ ഉൾപ്പെടെ ഉള്ളവരുടെ, അല്ലെങ്കിൽ അതിനകത്തെ പവർ ഗ്രൂപ്പ് എന്ന് പലവട്ടം പലരും വിളിച്ചിട്ടുള്ളതിന്റെ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ അഭിനയിക്കാൻ വേണ്ടിയുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്ത ഉണ്ണി മുകുന്ദന്റെയും രണ്ടുപേരെയും രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും രീതികൾ രണ്ടാകുന്നു. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഉണ്ണി മുകുന്ദന്റെ തന്തയല്ല പൃഥ്വിരാജിന്റെ തന്ത. അദ്ദേഹത്തിന്റെ സിനിമയ്ക്കകത്തെ ഒരു ഡയലോഗാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദന്റെ സിനിമയ്ക്കകത്ത്, മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് 100 കോടി ക്ലബിനകത്ത് വരുമ്പോൾ ആ ഓരോ ദിവസവും വന്നതിനകത്തെ കണക്ക് വളരെ വ്യക്തത വരുത്തി പറയുന്നതിന് വേണ്ടി മാർക്കോ എന്ന് പറഞ്ഞ സിനിമ തയ്യാറായി. അതന്ന് വളരെ മാധ്യമങ്ങളിൽ വളരെ ചിട്ടയായിട്ട് വന്ന ഇത്രയും കൃത്യമായിട്ട് ഓരോ ദിവസവും, അതായത് 20-30 ദിവസത്തിന് ശേഷമാണ് 100 കോടി ക്ലബിൽ കയറി. ഓരോ ദിവസവും വന്ന വരവും പ്രൊഡ്യൂസർക്ക് കിട്ടിയതും അല്ലെങ്കിൽ തിയേറ്റർ ഉടമയ്ക്ക് കിട്ടിയതും ടാക്സും ഉൾപ്പെടെ വ്യക്തത വരുത്തി പറയുന്ന ഒരു കണക്കാണ് നമ്മൾ കണ്ടത്. ഇപ്പം പറയുന്നില്ല എമ്പുരാന്റെ കണക്ക് പെരുപ്പിച്ച് കാണിക്കുന്നു എന്ന് പറയുന്നു, എമ്പുരാന് കളക്ഷൻ വരുന്നു എന്ന് പറയുന്നു. ഇത് നമ്മുടെ വിഷയമല്ല. അപ്പൊ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒളിച്ചു കടത്താൻ ശ്രമിച്ചതുപോലെ അതിനകത്തെ ഈ പറയുന്ന തിയേറ്റർ കളക്ഷനും അല്ലെങ്കിൽ അതിന്റെ വരുമാനവും എല്ലാം ഒളിച്ചു കടത്തുന്ന ഒരു സിനിമ. അതായത് എല്ലാം ഒളിച്ച് ചെയ്യുന്നത് ആരാണോ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ കള്ളന്മാരാണ്, അല്ലെങ്കിൽ ഭീകരവാദികളാണ്, അത്തരത്തിലുള്ള ആൾക്കാരാണ്. അതിന്റെ എല്ലാം ഒരു ശൈലിയിലേക്ക് പോകുന്ന ഒരു സിനിമയാണ് നമ്മൾക്ക് ഈ പറയുന്ന എമ്പുരാനിൽ കൂടി കാണുവാനും അല്ലെങ്കിൽ മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.